ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ പിഷാരടിയെക്കുറിച്ചും അതുപോലെ തന്നെ ശ്വേതാ മേനോനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഓഡിയോ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ശ്വേതാ മേനോൻ്റെ അടുത്തുണ്ടെങ്കിൽ ഇതേ കണക്ക് പിഷാരടി സംസാരിക്കുമ്പോൾ കുറച്ച് മോശമുള്ള രീതിയിൽ സംസാരിക്കുന്നതായിട്ടാണ് ഒരുപാട് പേർക്ക് തോന്നുന്ന രീതിയിൽ ആ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. സോ എന്തായിരുന്നാലും ഇതിനെ സപ്പോർട്ട് ചെയ്തു അതോടെ തന്നെ ഒരുപാട് പേരുണ്ടെങ്കിൽ എതിർത്ത് ഇതേ കണക്ക് രംഗത്ത് വരുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ ചുമ്മാ മനഃപൂർവ്വം ഉണ്ടെങ്കിൽ പിഷാരടി കരിവാരി തേക്കാൻ വേണ്ടി ശ്വേതാ മേനോൻ ചെയ്തതെന്ന് പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട്. അതേ കണക്ക് ഒരുപാട് പേര് ഇതേ കണക്ക് പിഷാരടി ഇങ്ങനെ ചെയ്ത് ശരിയായില്ല, എന്തോ രാഹുൽ മാങ്കോട്ടാവാൻ വേണ്ടി ശ്രമിക്കാമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് രംഗത്ത് വരുന്നു. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ ഫ്രണ്ട്സ് സാധാരണ രീതിയിൽ സംസാരിക്കുന്ന പോലെ തന്നെയാണ്, അതല്ലാതെ വേറെ ഒന്നുമില്ല. വേറെ ഉള്ളവർക്ക് അത് വേറെ ഒരു അർത്ഥത്തിൽ എടുക്കുക. ഇപ്പോൾ നേരത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ കണക്ക് പിഷാരടിയും അതോടെ തന്നെ ശ്വേതാ മേനോനും നല്ല കൂട്ടാണ്. ഒരുപാട് ഷോയിലുണ്ടെങ്കിൽ നല്ലോണം പങ്കെടുത്തിട്ടുമുണ്ട്. നമുക്ക് നേരത്തെ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിട്ട് പോകുന്നുണ്ട്. ശ്വേതാ മേനോനുണ്ടെങ്കിൽ പിഷാരടി ഉമ്മ വെക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ, അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അന്ന് ഭയങ്കരമായിട്ട് പ്രശ്നമൊന്നും കാര്യമായിട്ട് തോന്നിയില്ല, അത് ഫ്രണ്ട്സ് തമ്മിലാണെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇന്നുണ്ടെങ്കിൽ അത് വേറെ രീതിയിൽ പോയി. അതിന് മെയിൻ കാരണം എന്ന് നോക്കിയപ്പോൾ ഈ ഓഡിയോ റിലീസായതിന് ശേഷം ഉണ്ടെങ്കിൽ ശ്വേതാ മേനോനെ കുറച്ച് സപ്പോർട്ട് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. അങ്ങനത്തെ ഉള്ളൊരു കാരണം കൊണ്ടാണ് ഇതേ കണക്കുള്ളൊരു വീഡിയോ വെളിയിൽ വന്നിരിക്കുന്നത്, അതല്ലാതെ വേറെ ഒന്നുമില്ല. ഇവർ നല്ലൊരു ഫ്രണ്ട്സ് ആയിരുന്നു. ഫ്രണ്ട്സുകൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഉള്ള രീതിയിലൊക്കെ സംസാരിക്കുക, അതൊക്കെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. അത് പക്ഷേ ഒരുപാട് പേരുണ്ട് ഇതേ കണക്ക് അത് ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ച് ഇത് കണക്ക് പിഷാരടി ചെയ്തത് തെറ്റാണ്, പിഷാരടി മനഃപൂർവ്വം ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോയെന്ന് പറഞ്ഞ് ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ അത് ശരിയല്ല. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ബീന ആൻ്റണിയൊക്കെ ഇതിനെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു, അത് അത്ര ചെയ്തത് ശരിയായില്ല. ഇങ്ങനത്തെ ഒക്കെ ഇതുണ്ടെങ്കിൽ ശ്വേതാ മേനോനുണ്ടെങ്കിൽ മനഃപൂർവ്വം ഉണ്ടെങ്കിൽ പിഷാരടിക്ക് പണി കൊടുക്കാൻ വേണ്ടി ചെയ്ത പോലെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ശ്വേതാ മേനോന് ഭയങ്കര നെഗറ്റീവായുള്ള കാര്യങ്ങൾ നെയിമൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ അത് മാറ്റാൻ വേണ്ടിയുള്ളൊരു ശ്രമം എന്നുള്ള രീതിയിലാണ് ഒരുപാട് പേര് പറയുന്നത്.